അടുത്തത് പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 3 ആണ്. ഈ ചാപ്റ്ററിൽ പറയുന്നത് കൊണ്ടിബ ഗേക്കാദ് എന്ന ഒരു അന്ധനായ ഒരു മനുഷ്യൻ്റെ ഒരു കഥയാണ്. ഔറംഗാബാദിൽ ജീവിച്ചിരുന്നൊരു മനുഷ്യനെ തൊഴിൽ തേടി മുംബൈയിലെത്തുകയും അവിടെ നിന്നുണ്ടായ ചില സംഭവ വികാസങ്ങളൊക്കെ കോർത്തിരക്കിയ ഒരു മനോഹരമായ ജീവിതത്തിലെ ഒരുപാട് ഇൻസ്പയറിങ് സ്റ്റോറിയായിട്ട് തൻ്റെ അന്ധത പോലും വകവെക്കാതെ ഒരു മനുഷ്യ ജീവിതം രക്ഷിച്ച വളരെ മനോഹരമായ ഒരു കഥയാണ് കൊണ്ടിബ എ ഹീറോ എന്ന ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. കൊണ്ടിബ ഒരു ധീരനാണ്, അല്ലെങ്കിൽ കൊണ്ടിബ ഒരു നായകനാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ ഒരു ചാപ്റ്ററിലുടനീളം ഒരു ഇൻസ്പയറിങ് സ്റ്റോറി. മറ്റുള്ളവർക്ക് പലരും പലതരത്തിലുള്ള കുറവുകളുണ്ട്, ന്യൂനതകളുണ്ടെന്ന് കരുതിയിരിക്കുന്ന സമയത്ത് തൻ്റെ കുറവുകളെയും തൻ്റെ ന്യൂനതകളെയും വകവെക്കാതെ ഒരു മനുഷ്യജീവൻ രക്ഷിച്ച കൊണ്ടിബ എന്ന മഹാനായ ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ പറയുന്നത്. നമുക്ക് ആ ചാപ്റ്ററിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളും ആ ക്വസ്റ്റ്യൻ ആൻസറും നോക്കാം. Kondiba Gaikwad. A blind man had to leave his home in Aurangabad and come to Mumbai in a search for work. നാം പറഞ്ഞതുപോലെ കൊണ്ടിബ എന്നതൊരു അന്ധനായ മനുഷ്യനാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട് ഔറംഗാബാദിലായിരുന്നു. ജോലി അന്വേഷിച്ചിട്ട് എന്ത് ചെയ്ത് മുംബൈയിലേക്ക് വന്നു. Then he lived in a large slum colony in a Gadkopar with another family. മുംബൈ നമുക്കറിയാം, സ്ലം മില്ലനേഴ്സ് പോലെയുള്ള ഫിലിമുകളൊക്കെ എന്താണ്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചേരി പ്രദേശം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് മുംബൈ നഗരം. അപ്പോൾ അത്തരത്തിൽ വലിയൊരു സ്ലം എന്ന് വെച്ചാൽ ചേരി പ്രദേശം എന്നാണ് സ്ലം ഏരിയ. ഈ സ്ലംത്തിലായിരുന്നു അദ്ദേഹം ഒരു ഫാമിലിയുടെ കൂടെ മുംബൈയിലേക്ക് വന്ന് തൊഴിൽ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം എന്ത് ചെയ്ത് മുംബൈയിലേക്ക് എത്തിയത്. അവിടെ ഇങ്ങനെ തൊഴിൽ അന്വേഷിച്ച് അല്ലെങ്കിൽ തൊഴിലെടുത്ത് നിൽക്കുന്ന സമയത്ത് in the slum there was an open well which was unsafe and it had on walls. The well had the gradually widened as the soil and the rocks the sides of the fallen into. ആ ഒരു തെരുവ് അല്ലെങ്കിൽ ആ ഒരു തെരുവിൽ എന്തുണ്ട്, വെള്ളം എടുക്കുന്നതിന് ആവശ്യമായിട്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള കിണറുണ്ടായിരുന്നു. ആ കിണറിൽ നിന്നായിരുന്നു പൈപ്പ് വെള്ളത്തെ ആശ്രയിക്കുന്ന അപ്പുറത്തേക്ക് ആ കോളനി നിവാസികൾ, ആ തെരുവിലുള്ളവർ കുടിവെള്ളത്തെ ആശ്രയിച്ചിരുന്നത്. ആകെ പൊട്ടി വൃത്തിയായ, അതല്ലെങ്കിൽ ചുറ്റുമതിലോ കൺമതിലില്ലാതെ ആകെ നാശമായി കിടക്കുന്ന ഒരു കിണറായിരുന്നു. വളരെ മലിനത്തിലേക്ക്, 2 വർഷം കൊണ്ട് തന്നെ ആ ഒരു കിണറിൻ്റെ വെള്ളമാകെ ഒരു മലിനീകരത്തിലേക്ക്, ഒരു ബ്ലാക്കിഷ് കളറിലേക്ക്, ചാരനിറത്തിലേക്ക് പോരുന്നൊരു സ്ഥിതി ഉണ്ടാവുമായിരുന്നു എന്നെല്ലാം നമുക്കിതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അടുത്തത്, ഇറ്റ്സ് എ ഹാർഡ് മെയ്ഡ് the water muddy. On the one the Kondiba returned to home and was about to have his meal. He heard the woman's cry, someone had fallen into the well. Kondiba went to the well and jumped in to save to the boy named Arvind. അപ്പോൾ ഇതിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, കൊണ്ടിബ എന്ന മനുഷ്യനെ ചെറുപ്പകാലത്ത് വസൂരി വന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ എന്ത് ചെയ്ത് കണ്ണിന് കാഴ്ച പോകുന്നത്, അതായത് അന്ധനായി മാറുന്നത്. ഇദ്ദേഹം നോർമലി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കണ്ണില്ലാത്തവനും കാലില്ലാത്തവനും എന്തെങ്കിലും തരത്തിലൊരു ഹാൻഡിക്യാപ്ഡ് ആയ മനുഷ്യൻ എന്ത് ചെയ്യും, അവർ പിച്ച അല്ലെങ്കിൽ യാചകനായി ബെഗ്ഗിങ് ചെയ്യാൻ പോകും. ഇദ്ദേഹത്തിന് ഇത് വളരെയധികം വെറുപ്പിളവാക്കുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ മുംബൈയിലെത്തി ഇദ്ദേഹം ജോലി അന്വേഷിച്ചു പറഞ്ഞു. അവർ ജോലി ചെയ്തിരുന്നത് ബ്രൂം അഥവാ ചൂല് വിറ്റായിരുന്നു. പക്ഷെ അതിൽ നിന്നും സമ്പാദ്യം അല്ലെങ്കിൽ തനിക്കാവശ്യമായ പണം കിട്ടാത്തതിൻ്റെ പേരിൽ മുംബൈ നഗരത്തിൽ അന്ധനായ പിച്ചക്കാരന് വളരെ ഡിമാൻഡ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഈ കഥയിലെ കഥാനായകനായ കോണ്ടിബ ബെഗ്ഗിങ്ങിന് യാചിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ആ സമയത്താണ് ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടു. ഈ പൊട്ടിപ്പൊളിഞ്ഞ കിണറിലൊരു അരവിന്ദ് എന്നൊരു മനുഷ്യൻ വീണ് കിടക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു, അന്ധനായ ഈ കോണ്ടിബയ്ക്ക് ചെറുപ്പകാലത്ത് വളരെ നല്ല രീതിയിൽ നീന്തൽ അറിയാവുന്ന കോണ്ടിബ, കാരണം 8 വയസ്സുള്ള സമയത്താണ് വസൂര്യം വരുന്നതും കണ്ണിനെ ബാധിക്കുന്നതും, അങ്ങനെയാണ് അന്ധനാവുന്നതും. അതിനുശേഷം ഇദ്ദേഹം ഒന്നും നോക്കാതെ എടുത്ത് ചാടി ഈ കിണറിലേക്ക്. അവിടെ നിന്നാണ് പറയുന്നത്, The being the simmer as a young boy, he that tried is the best to search the boy. Vivek due to the poverty, he had to come to the surface again and again take his breath. Each time he came up, the flight more tired and weak. The people were the disappointed എന്ന് വെച്ചാൽ നിരാശ എന്നാണ്. Disappointed every time Kondiba came out without Aravind. Kondiba divided again with a full strength. Wishing he was not the blind, although he was very tired, he did not give up. This time he felt the clothes him out. പറയുന്നത് കൊണ്ടിബ ഒരു അന്ധനായ മനുഷ്യനാണ്, തനിക്ക് കണ്ണ് കാണാത്തതുകൊണ്ട് ഒന്നും കാണാൻ കഴിയില്ല. എടുത്ത് ചാടുകയും ഒരുപാട് അടിയിലേക്ക് പോയി ഒരുപാട് തവണ നോക്കി കിട്ടുന്നില്ല. പണ്ട് യുവാവായിരുന്ന സമയത്ത് ആരോഗ്യം ഉണ്ടായി നീന്തുകയും
ചെയ്തിരുന്നെങ്കിലും പിന്നെ അന്ധനായി, ആരോഗ്യം നശിക്കാൻ തുടങ്ങി. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ അരവിന്ദ് എന്നൊരു മനുഷ്യനെ കോണ്ടിബ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് കിണറിൽ തപ്പുന്നത്. ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. The people had the brave act the Kondiba and the reward him. The Kondiba went back to the village, go to the married and started running a small business. The beggar who the hated beginning would never have to begin again. Bravery had the strong determination change life for the better. ഇതിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ കോണ്ടിബ എന്ന മനുഷ്യൻ എന്ത് ചെയ്ത് കഠിനാധ്വാനം കൊണ്ട് വളരെ കഷ്ടപ്പെട്ടിട്ട് കണ്ണില്ലാത്തത് മൂലം ഇവൻ യുവാവായ സമയത്ത് നീന്തിയ പരിചയം വെച്ചിട്ട് ആ ഒരു അതായത് ഒരു കിണറിൻ്റെ അടിയിൽ പോയി ഈ അരവിന്ദ് എന്ന മനുഷ്യനെ രക്ഷിച്ചു എന്ന കഥയാണ് പറയുന്നത്. കാരണം അന്ധത ബാധിച്ചൊരു മനുഷ്യൻ തൻ്റെ ജീവന് പോലും വില കൊടുക്കാതെ തൻ്റെ ജീവൻ പോലും അപായപ്പെടുത്തിയിട്ടാണ് അരവിന്ദ് എന്നൊരു മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നത്. അതും ആ കിണറിലെ വീടെന്ന് വെച്ചാൽ കള പറയലല്ലേ, അനാവശ്യമായിട്ട് വളരുന്ന എന്തിനേ നമുക്ക് വീടെന്ന് പറയാം, കള, നെറ്റ് വീട്. അതായത് കിണറിൻ്റെ അടിയിൽ വീട് നിറഞ്ഞിട്ട് പുല്ല് നിറഞ്ഞിട്ട് അതൊന്നൊക്കെ ഈ അരവിന്ദനെ രക്ഷപ്പെടുത്താൻ ഒരുപാട് സാഹസപ്പെട്ടിട്ടാണ് എന്ത് ചെയ്തത്, ഈ കോണ്ടിബ അരവിന്ദനെ ആ ഒരു കിണറിൽ രക്ഷപ്പെടുത്തുന്നതും ആ രക്ഷപ്പെടുത്തി എടുത്ത് പുറത്തേക്കിടാൻ നാട്ടുകാർ സഹായിക്കുകയും ഈ അരവിന്ദനെ ഹോസ്പിറ്റലൈസ് ആക്കുകയും പ്രശ്നമല്ല അരവിന്ദ് സേഫ് ആവുകയും ചെയ്യും. പിന്നീട് ഇത്തരത്തിൽ ഈ ഒരു ധൈര്യത്തിന്, ഈ ഒരു എൻകറേജിന്, ഈ ഒരു മറ്റൊരു പരസഹായത്തിന്, തൻ്റെ ആരോഗ്യമല്ല തൻ്റെ ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ട് മറ്റൊരാളെ സഹായിക്കാൻ തീരുമാനിച്ച കോണ്ടിബയെ എന്ത് ചെയ്തു, മഹാരാഷ്ട്ര ഗവൺമെൻറ് ആദരിക്കുകയും അദ്ദേഹത്തിന് പാരിതോഷികം നൽകുകയും, അതായത് 12,000 അതിലൊരു എമൗണ്ട് പറയുന്നുണ്ട്, 12,947 രൂപ മറ്റും എന്ത് ചെയ്ത് ഇദ്ദേഹത്തിന് പാരിതോഷികം നൽകുകയും എല്ലാ ന്യൂസ് പേപ്പറിലും ഇത് വളരെ വലിയൊരു വാർത്തയായി വരികയും ചെയ്തു. പിന്നീട് എന്ത് ചെയ്തു, കോണ്ടിബ അവിടുത്തെ യാചനയ്ക്ക് നിർത്തി തൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോവുകയും ഒരു ചെറിയ ബിസിനസ് തുടങ്ങുകയും ചെയ്തു എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഒരു മനോഹരമായ കഥയാണ് കോണ്ടിബ ഇസ് എ ഹീറോ. കാരണം കോണ്ടിബ എന്തുകൊണ്ട് നായകനായി എന്ന് നമുക്ക് ഈ കഥയിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പം അതിൽ പറയുന്ന മറ്റൊരു കാര്യം നോക്കാം നമുക്ക്. കോണ്ടിബ ഇസ് എ ഹീറോ എന്ന ഈ ഒരു ചാപ്റ്റർ മനുഷ്യൻ്റെ പരസ്പര സ്നേഹത്തെയും സൗഹൃദത്തെയും കുറിച്ചാണ്, കഠിനാധ്വാനത്തിലൂടെ മനുഷ്യത്വത്തെക്കുറിച്ച് പറയുന്ന ഒരു സ്റ്റോറി. അതുകൊണ്ടാണ് കോണ്ടിബ ഇസ് എ ഹീറോ എന്ന് പറയുന്നുള്ള കാരണം. ഇതിൽ മറ്റൊരു കാര്യം പറയുന്നത് ധീരതയുടെയും പ്രതീകമായിട്ട് കോണ്ടിബ എന്ത് ചെയ്ത് എല്ലാ ന്യൂസ് പേപ്പറിലും അദ്ദേഹത്തിൻ്റെ പടം അല്ലെങ്കിൽ ന്യൂസ് വരികയും അദ്ദേഹത്തിന് ഒരുപാട് ട്രെയിനിങ് കൊടുക്കുകയും ഗവൺമെൻറ് ഭാഗത്തിന് പാരിതോഷികം കൊടുക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. ഈ ഒരു പരിശ്രമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മാനുഷികത്വത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ സ്നേഹത്തിൻ്റെ പരിണിത ഫലമായിട്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നത്. 12,970 രൂപയാണ് മഹാരാഷ്ട്ര ഗവൺമെൻറ് ഇദ്ദേഹത്തിന് പാരിതോഷികമായിട്ട് നൽകിയത്. അതായത് 12,970 റുപ്പീസാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പാരിതോഷികമായിട്ട് ബോണസായിട്ട് അല്ലെങ്കിൽ കൊടുത്തത്. നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഇതിൽ വേർഡ്സ് ഇപ്പോൾ കിട്ടാത്തത് വലുന്ന് വെച്ചാൽ കിണറാണ്, അതുപോലെ ഫെമ എന്ന് വെച്ചാൽ ക്ഷാമം, പട്ടിണിയാണ്, ബീഡ്സ് ഞാൻ പറഞ്ഞു പായ്ച്ചെടി അല്ലെങ്കിൽ കള എന്നാണ്, അതുപോലെ ഫ്ലോട്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക, ഫ്ലോട്ട് എന്ന് പറയല്ല ഫ്ലോട്ടിംഗ് എന്ന് പറയുക, വെള്ളത്തിൽ പൊങ്ങിയെടുക്കുക എന്നതാണ്. അതുപോലെ റിബ്സ് എന്ന് വെച്ചാൽ അറിയാലോ, നമ്മുടെ വാരിയലിന് പറയുന്ന പേരാണ് റിബ്സ്. ദെൻ ബോയ് ബാലനാണ്, അതായത് അരവിന്ദ് എന്നൊരു കുട്ടിയെക്കുറിച്ച്, കുട്ടി വരുന്ന സമയത്ത് രക്ഷിച്ചൊരു കഥയാണ് പറയുന്നത്. ദെൻ ഡ്രൈവ് അറിയുക, തട്ടി നീക്കുക, നീന്തുക, സിമ്മ് നീന്തുക എന്ന മീനിങ് ഒക്കെ വരുന്നത്. നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം എടുത്തത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിൽ പറയുന്നത് വെൻ എങ്ങനെയാണ് കോണ്ടിബ ബ്ലൈൻഡ് ആയത് എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നോക്കാം നമുക്ക്. How many times did Kondiba go into the 17 When and how did Kondiba become blind എന്നാണ്. ഹൗ എങ്ങനെയാണ്, വെൻ എപ്പോഴാണ് കോണ്ടിബ എന്ന മനുഷ്യൻ ബ്ലൈൻഡ് ആയത്. അതിന് ആൻസർ എന്താ?
At the age of 8, the Kondiba become blind because of a small box, അല്ലെങ്കിൽ വസൂരി ബാധിച്ചിട്ടാണ് അദ്ദേഹം ബ്ലൈൻഡ് ആവുന്നത് എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ കോണ്ടിബ ഹേറ്റഡ് ബെഗ്ഗിങ് ബട്ട് ഹി ഹാഡ് ടു ബെഗ്. why did he start the begging? Give the two reasons to complete the following statement. നമ്മൾ പറഞ്ഞു കോണ്ടിബ എന്ന മനുഷ്യനെ ബെഗ്ഗിങ്ങിനെ വളരെ വെറുത്തിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് മുംബൈയിൽ വന്നിട്ട് ബെഗ്ഗിങ് അഥവാ യാചന തുടങ്ങാനുണ്ടായ റീസൺ? അതിൻ്റെ 2 റീസൺ പറയാനാണ് പറഞ്ഞത്. ഫസ്റ്റ് റീസൺ എന്താ? ഹി കുഡ് നോട്ട് ആൻഡ് മച്ച് ബൈ സെല്ലിംഗ് റൂംസ്. അതായത് നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇത്തിരി തന്നിട്ട് ഒരു കുറച്ച് തന്നിട്ട് ബാക്കി ഡാഷ് ഫിൽ ദ ബാങ്ക്സ് എന്ന് പറയുമ്പോഴാണ് ക്വസ്റ്റ്യൻ. ഇതിൽ പറഞ്ഞ ഭാഗമാണ് ഹി കുഡ് നോട്ട് ഏൺ. എന്ത് ഒരുപാട് സംഭവിക്കാൻ പറ്റിയില്ല, എന്ത് വിറ്റിട്ട്, അവിടെയാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ദ മച്ച് ബൈ ദ സെല്ലിംഗ് ബ്രൂംസ് എന്താ, ചൂലി വിറ്റിട്ട്. ദെൻ രണ്ടാമത്തെ കാരണം, ഹി കെയിം ടു നോ ദാറ്റ് ദ ബെഗേഴ്സ് കുഡ് ഏൺ വെൽ ഇൻ ദ മുംബൈ. അതായത് യാചകർക്ക് മുംബൈയിൽ കുറച്ചും കൂടി ആവശ്യക്കാരേറെ അല്ലെങ്കിൽ മുംബൈയിലൊരു പരിഗണന കിട്ടുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ചൂല് വിറ്റിരുന്ന കോണ്ടിബ തിരിച്ച് എന്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ ബെഗ്ഗിങ് ഇഷ്ടപ്പെടാത്തൊരു മനുഷ്യൻ ബെഗ്ഗിങ്ങിലേക്ക് വന്നത് എന്നാണ് കഥ പറയുന്നത്. പിന്നെ അതിലൊരു വരുന്നൊരു ക്വസ്റ്റ്യനാണ്, ഈ കോണ്ടിബൻ്റെ കഥ പറയുന്ന സമയത്ത് നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുള്ള ക്വസ്റ്റ്യൻ ആൻസറിനോടൊപ്പം കൂട്ടി വായിക്കാനുള്ളൊരു കാര്യമാണ്. യുവാവാണ് അരവിന്ദ്, യുവാവാന്നുള്ള കാര്യം പറഞ്ഞു. അതിൽ വസ്ത്രങ്ങൾ ഊരി മാറ്റി കിണറിലേക്ക് എടുത്ത് ചാടി അരവിന്ദ് എന്ന കോളനിയിലെ യുവാവിന് കിണറിൽ വീണ് അന്ധനായി മാറുന്നതിന് മുമ്പ് ചെറുപ്പത്തിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അതേ പാറ്റേൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന് വരുന്നത്, if you were in Kondiba's place and would lose your eyesight, what would you do? നമ്മോട് ചോദിക്കുകയാണ്, നിങ്ങളായിരുന്നു കോണ്ടിബയുടെ സ്ഥാനത്ത്, ഈ അരവിന്ദ് എന്ന യുവാവ് കിണറിൽ വീഴുന്ന സമയത്ത് നിങ്ങളായിരുന്നു കോണ്ടിബയുടെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഇഫ് യു വെയർ ഇൻ ദ കോണ്ടിബാസ് പ്ലേസ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കോണ്ടിബയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുമായിരുന്നു എന്നാണ്. എ മാൻ ബിക്കം ഹീറോ ബൈ ഹിസ് വർക്ക്. എന്താ, ഒരു മനുഷ്യൻ തൻ്റെ പ്രയത്നങ്ങൾ കൊണ്ട് ഹീറോ ആയിട്ട് മാറി. ഇഫ് വി ഹാവ് ദ കറേജ്, ദ ഡെഡിക്കേഷൻ, ദ കോൺഫിഡൻസ് ആൻഡ് ദ കെയർ ഓഫ് അതേഴ്സ്. എന്താണ് തൻ്റെ കറേജ്, തൻ്റെ ധൈര്യവും, ഡെഡിക്കേഷൻ തൻ്റെ ആത്മപ്രയത്നം അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള സഹായ അനുഭൂതിയും, അതുപോലെ തന്നെ മനുഷ്യ സ്നേഹം മൂലമാണ് എന്ത്, തൻ്റെ അന്ധത വകവെക്കാതെ, തൻ്റെ ആരോഗ്യം പോലും വകവെക്കാതെ കോണ്ടിബ എന്ന മനുഷ്യൻ കിണറിലേക്ക് എടുത്ത് ചാടുകയും അരവിന്ദിനെ രക്ഷിക്കുകയും ചെയ്തത്. അതാണ് ചോദ്യം. ഇഫ് യു വെയർ ദ കോണ്ടിബാസ് പ്ലേസ് ആൻഡ് ദ വുഡ് ലോസ് യുവർ ഐസൈറ്റ്, വാട്ട് ഡു യു ഡു? നത്തിങ് ക്യാൻ സ്റ്റോപ്പ് യു ഫ്രം ഗെറ്റിംഗ് ദ സക്സസ്. അതായത് വിജയത്തിലേക്ക് ബാധ്യം നമ്മളെ ആരെയും തടഞ്ഞു നിർത്താൻ പറ്റില്ല എന്ന് നമ്മോട് ചോദിച്ചാൽ നമ്മൾ പറയും കോണ്ടിബയുടെ ഡെഡിക്കേഷനും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ, അതുപോലെ ദ കോൺഫിഡൻസ് ആൻഡ് കറേജ് ഒക്കെ മൂലമാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു കാര്യം ചെയ്യാൻ, അല്ല മാനുഷികമായൊരു കാര്യം ചെയ്യാനുള്ള റീസൺ. അടുത്ത ക്വസ്റ്റ്യൻ, വു ഹാഡ് ഡെഗ് ദ വെൽ, വെയർ വാസ് ഇറ്റ് ഡെഗ്? ഡെഗ് എന്താ, കുഴിക്കുക. വു ആരാണ്? ദ വു ഹാഡ് ഡെഗ് ദ വെൽ, ആരാണ് കുഴിച്ചത്? വെയർ വാസ് ദ ഇറ്റ് ഡെഗ്, എവിടെയാണിത്? ആൻസർ എന്താ, ദ റെസിഡൻസ് ഓഫ് ദ ഗോളിബാർ സ്ലം ഇൻ ദ സെൻറ്റർ ഓഫ് ദ സൊസൈറ്റി. ഇത് വെച്ചാൽ റെസിഡൻസ് അസോസിയേഷൻ ആണ് ഇത് കുഴിച്ചതെന്നും, എവിടെ അത് സ്ഥിതി ചെയ്യുന്നത്? ദ സെൻറ്റർ ഓഫ് ദ കോളനി, ഈ കോളനിയുടെ ഒത്ത മതിലായിട്ട് അല്ലെങ്കിൽ ഒത്ത നടുക്കായിട്ട് ആണ് ഈ ഒരു സ്ലം മീൻസ് ഈ ഒരു കിണർ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, വൈ വാസ് ദ വെൽ ഡെഗ്, എന്തുകൊണ്ടാണ് കിണർ കുഴിക്കാനുണ്ടായ റീസൺ? നമുക്കറിയാം കിണർ എന്തുകൊണ്ടാണ്, വെള്ളത്തിന് ക്ഷാമമുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞ റീസൺ എന്താ? നമ്മൾ ഈ ഒരു സമ്മറി മാത്രമേ പറയുന്നത്, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാലേ മനസ്സിലാവും. അതിലത്തെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ, ദ ടാപ്പ് വാട്ടർ വാസ് നോട്ട് എനഫ് ഫോർ ഓൾ ദ പീപ്പിൾ ലിവിങ് ഇൻ ദ കോളനി. അല്ലെങ്കിൽ ടാപ്പ് വാട്ടർ, പൈപ്പ് വെള്ളം ഒരിക്കലും പര്യാപ്തമായിരുന്നില്ല ഈ കോളനിയിലെ ജനങ്ങൾക്ക് ജീവിക്കുക. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്, ഈ കോളനിയിൽ ഒത്ത നടുവിലായിട്ട് ഒരു കിണർ കുഴിക്കാനുണ്ടായ റീസൺ. ദെൻ വാട്ട് ഹാപ്പൻ ടു വാട്ടർ ഇൻ ദ വെൽ വിത്തിൻ 2 years? 2 വർഷങ്ങൾ കൊണ്ട് ആ കിണറിലെ വെള്ളത്തിന് എന്തായിരുന്നു സംഭവിച്ചിരുന്നത്? ദ വാട്ടർ ഇൻ ദ വെൽ ഹാഡ് ദ ടേൺ ടു ബ്ലാക്കിഷ് ഗ്രീൻ വിത്തിൻ 2 years. 2 വർഷം കൊണ്ട്
ആ കിണറിലെ വെള്ളം ഒരു ബ്ലാക്കിഷ് ഗ്രീൻ, അതായത് ചാരനിറത്തിലുള്ള വളരെ മലിനമായ ഒരു സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം കോളനി ഒരുപാട് പേര് തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഒരു സ്ഥലത്തുള്ള കിണറിൻ്റെ അവസ്ഥ ഇങ്ങനെ പല സ്ഥലങ്ങളിലും മാലിന്യങ്ങൾ വന്ന് ആ കിണറിൻ്റെ കളറെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള വെള്ളത്തിൻ്റെ കളറ് മാറി ഒരു ബ്ലാക്കിഷ് ഗ്രീൻ കളറായി മാറിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. 2 വർഷം കൊണ്ട് എന്തായിരുന്നു സംഭവിച്ചിരുന്നതൊക്കെ എന്നാണ് ക്വസ്റ്റ്യൻ. then അടുത്തത്, വാട്ട് ഹാപ്പൻ വൺ ഡേ വെൻ ദ കോണ്ടിബ വാസ് ഹാവിങ് ഫുഡ്. എന്താണ് സംഭവിച്ചത് വൺ ഡേ വെൻ ദ കോണ്ടിബ വാസ് ഹാവിങ് ഫുഡ്. കോണ്ടിബ ഭക്ഷണം കഴിച്ച സമയത്ത് എന്തായിരുന്നു സംഭവിച്ചത്? He heard a woman crying out that someone had fallen into the well while he was having food. അദ്ദേഹം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുകയും ഒരാൾ കിണറിൽ പോയിട്ടുണ്ടെന്നുള്ള കരച്ചിൽ കേൾക്കുകയും അങ്ങനെയാണ് ഫുഡ് നിർത്തിയിട്ട് എന്ത് ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന നിർത്തിയിട്ട് ഇദ്ദേഹം അരവിന്ദിനെ രക്ഷിക്കാൻ പോവുകയും ചെയ്തത്. Then what did Kondiba as soon he heard that someone had fallen into the well. And what did Kondiba do as soon as he heard that someone fallen into the well? എന്താണ് ഇത് കേൾക്കുകയും കോണ്ടിബ എന്താണ് ചെയ്തത്? He left his food and rushed to the well and searched him. എന്ത് ചെയ്ത? ഇത് കേൾക്കുകയും തന്നെ ഭക്ഷണം കഴിക്കുന്നത് മതിയാക്കി വെച്ചിട്ട് കിണറിലേക്ക് എടുത്ത് ചാടുകയും അരവിന്ദിനെ സെർച്ച് ചെയ്യാൻ അല്ലെങ്കിൽ തിരയാൻ പോവുകയും ചെയ്തു. then അടുത്തൊരു ക്വസ്റ്റ്യന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എങ്ങനെയാണ്? ടിക്ക് ദ കറക്റ്റ് സെൻറ്റൻസ്. ഇതിൽ ABC എന്ന് പറഞ്ഞിട്ട് 3 സെൻറ്റൻസ്, അതിൽ ഏതാണോ ശരിയായത് അതിന് ടിക്ക് ചെയ്യുക, അതായത് ശരിയായത് എടുത്ത് ചെയ്ത് അല്ലെങ്കിൽ ടിക്ക് ചെയ്യുക. 3 സെൻറ്റൻസ് വായിച്ചു തരാം. 1, he found the Aravind had fallen into the well. he found അതെങ്കിൽ ആ ഒരു കിണറിൽ നിന്ന് അരവിന്ദിനെ കണ്ടെത്തി. അതല്ലെങ്കിൽ he fell helpless, he had no sight. he dived into the well to save Aravind. എന്താണ് ഇതിൽ പറയുന്ന മീനിങ് പറഞ്ഞത്? he found that Aravind had fallen into the well. അവിടെ പോയ, അതായത് വീണ സമയത്ത് തന്നെ കണ്ടുപിടിച്ചോ എന്നത് 1 ശരിയാണോ? അല്ലല്ലോ, ഒരുപാട് സെർച്ച് ചെയ്യുന്നതിന് ശേഷമാണ് അരവിന്ദിനെ കണ്ടുപിടിച്ചത്, അപ്പോൾ അത് തെറ്റാണ്. 2, he fled helpless as had no sight. ഇദ്ദേഹത്തിന് കണ്ണില്ലാത്തതുകൊണ്ട് അദ്ദേഹം നിസ്സഹായനാണ്, സഹായിക്കാൻ പറ്റിയില്ല. തെറ്റല്ലേ? ഇദ്ദേഹമാണ് എന്ത് ചെയ്ത് ആ കിണറിന്ന് അരവിന്ദിനെ എടുത്തത്. അപ്പോൾ അടുത്ത നോക്കാം. he dived into the well to save Aravind. ഈ കിണറിലേക്ക് നീന്തുകയും അല്ലെങ്കിൽ സെർച്ച് ചെയ്യുകയും അരവിന്ദിനെ കണ്ടെത്തുകയും ചെയ്തു. ഇതാണ് ശരി. സി ആണ് ശരി. ഇത് he dived into the well to save the Aravind എന്ന ആ ഒരു സെൻറ്റൻസ്. ഇത്തരത്തിലൊക്കെ ക്വസ്റ്റ്യന് സമ്മറി മനസ്സിലാക്കുക, തീം എന്താണെന്ന് മനസ്സിലാക്കുക, അതിനുശേഷം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും ചോദിക്കുന്ന സമയത്ത് ആ തീം സമ്മറി മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അതിന് വ്യക്തമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്ത ക്വസ്റ്റ്യന്, how many times did Kondiba go into the well? Is the experience the same, different every time? എത്ര സമയം കോണ്ടിബ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കിണറിൻ്റെ ആയത്തലങ്ങളിലേക്കെന്ന് പറയില്ല, ഡീപ്പായിട്ടുള്ള അങ്ങോട്ട് പോയി എന്നാണ് ചോദിച്ചത്. ഇത് ഗോ ഇൻ ടു ദ വെല്ലിൻ്റെ അടിയിലെങ്കിൽ കിണറിൻ്റെ അടിയിലേക്ക് പോയി. ദെൻ എക്സ്പീരിയൻസ് ദ സെയിം ഓർ ഡിഫറെൻറ്റ് എവരി ടൈം. ആ ഒരു സമയത്ത് അദ്ദേഹം അനുഭവിച്ചിരുന്ന ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു അനുഭവം വ്യത്യസ്തമായിരുന്നു എന്ന് നോക്കാം നമുക്ക്. 2 times 2 തവണയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. ഇറ്റ്സ് വാസ് ഡിഫറെൻറ്റ്, രണ്ടും വ്യത്യസ്തമായിരുന്നു. ദ ഫസ്റ്റ് ടൈം ഹി റീച്ച്ഡ് the bottom by the feeling is the way along the rocks the side of well. The second time he had idea to shape of the wall, so he went straight down the bottom. ആദ്യം പോകുന്ന സമയത്ത് കല്ലുകളിൽ തട്ടുകയും പ്രശ്നമുണ്ടായ സമയത്ത് കിണറിൻ്റെ ഷേപ്പ് നോക്കി രണ്ടാമത് എന്ത് ചെയ്ത് ആ ഷേപ്പിനനുസരിച്ച് പോവുകയും അങ്ങനെയാണ്, അല്ലെങ്കിൽ നെറ്റ് വീഡ്സ് എന്ന് പറയും, ഈ കളകളെ വകഞ്ഞു മാറ്റുകയും അങ്ങനെയാണ് എന്ത് ചെയ്തത്, അരവിന്ദിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തത്. അടുത്തത്, വാട്ട് ഡിഡ് കോണ്ടിബ മിസ് മോസ്റ്റ് നൗ വൈ? എന്താണ് കോണ്ടിബ മിസ് മോസ്റ്റ് നൗ? എന്താണ് ഇപ്പോൾ കോണ്ടിബ മിസ് ചെയ്തത് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്നത്? വൈ, എന്തുകൊണ്ടാണ്? He missed is the vision because he was unable to find the Aravind and ignore that Aravind is alive was in a danger. എന്താ ഒന്നുകൂടി വായിച്ചേരാം. He missed vision because he was unable to find Aravind and he know that Aravind's life was in a danger. അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ച ഇല്ലായതുകൊണ്ടാവാം അദ്ദേഹം എടുത്ത് ചാടിയത്, അല്ലെങ്കിൽ കണ്ണിന് കാഴ്ച ഇല്ലാത്ത ഒരു മനുഷ്യൻ എന്ത് ചെയ്ത് ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിച്ചു. കാരണം ആരും ചെയ്യാത്ത അമാനുഷികമായ സംഭവമാണ് കോണ്ടിബ ചെയ്തത്. അതുകൊണ്ടാണ് ഇത്ര പ്രശംസ കാര്യങ്ങളൊക്കെ കോണ്ടിബയ്ക്ക് ലഭിക്കാനുണ്ടായ റീസണും.
അടുത്തത് അണ്ടർലൈൻ ഓൾ ദ എക്സ്പ്രഷൻ സെൻറ്റൻസ് ദാറ്റ് ഡിസ്ക്രൈബ് ദാറ്റ് ദ കൊണ്ടിബ വാസ് വെരി ടയേർഡ്. എന്താണ് അണ്ടർലൈൻ, അടിവരയിടുക. നമുക്ക് ഈ ഒരു ചാപ്റ്റർ മനസ്സിലായിട്ട് അല്ലെങ്കിൽ എടുത്ത് എഴുതിയാലും മതി. എന്ത് കൊണ്ടിബയുടെ ക്ഷീണം, ആ ഒരു ടയേർഡ്നെസ് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അത് വിവരിക്കുന്ന വാക്യങ്ങൾ എടുത്ത് ചെയ്ത് അല്ലെങ്കിൽ അതിന് അണ്ടർലൈൻ ചെയ്ത് ഏതൊക്കെയാണ് ആ വാക്യങ്ങൾ നോക്കാം. ദ പെയിൻറ്റിങ് ഹെവിലി ടയേർഡ് കോണ്ടിബാസ് റിബ്സ് വെയർ ആൻജിങ്. എന്താ നമ്മളെ വാരിയെല്ലുകൾ കൊച്ചു പിടിക്കാൻ തുടങ്ങി. ദെൻ ഹീ കുഡൻറ്റ് ഹോൾഡ് ഹിസ് ബ്രീത്ത് മച്ച് ലോങ്ങർ. എന്താ തൻ്റെ ശ്വാസം ഒരുപാട് സമയം അടക്കി പിടിക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് കാലത്തിന് ശേഷമാണ് കൊണ്ടിബ എന്ത് ചെയ്യുന്നത്, കിണറിലെ അല്ലെങ്കിൽ വെള്ളത്തിലിറങ്ങി നീന്തുന്നതും. തനിക്ക് 8 വയസ്സുള്ളപ്പോൾ വസൂരി ബാധിച്ച് തൻ്റെ കണ്ണിൽ കാഴ്ച പോയതാണ്. അതിനുശേഷം കൊണ്ടിബ വെള്ളത്തിലിറങ്ങിയിട്ടില്ല. അപ്പോൾ ഒരുപാട് സമയം എന്താണ് ബ്രീത്ത്, അതായത് ശ്വാസം പിടിച്ചെടുക്കാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടിബ ഒരുപാട് ടയേർഡായിട്ടുണ്ട്. ദെൻ വാട്ട് വാസ് ദ ബീറ്റിംഗ് പെയിൻഫുള്ളി ഹി ബാഡ്ലി നീഡഡ് ടു ദ ബ്രീത്ത് ഇസ് ദ സ്പൈൻ ആൻഡ് ദ മസിൽസ് ഹെഡ് ദസ് ദ എക്സ്പ്രഷൻ സെൻറ്റൻസ് ദ ഡിസ്ക്രൈബ് ദ കോണ്ടിബ വാസ് വെരി ടയേർഡ്. ഈ സെൻറ്റൻസുകളാണ്, അതായത് ഒന്നും ശ്വസിക്കാൻ പറ്റിയില്ല, വാരിയലിൻ്റെ പറഞ്ഞു, അതുപോലെ മസിൽസിന് പെയിൻ വന്നു, ജോയിൻറ്റ്സ് പെയിൻ വന്നു, ശ്വസിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടി. ഈ കാര്യങ്ങളൊക്കെയാണ് എന്ത്, കൊണ്ടിബ വളരെയധികം ടയേർഡായിരുന്നു. ദ എക്സ്പ്രഷൻസ് ആൻഡ് സെൻറ്റൻസസ് ദാറ്റ് ഡിസ്ക്രൈബ് ദ കോണ്ടിബ ദാറ്റ് ദ കോണ്ടിബ വാസ് വെരി ടയേർഡ് എന്ന് സാധൂകരിക്കുന്ന തെളിയിക്കുന്ന വാക്കുകളാണ്, സെൻറ്റൻസുകളാണ് മുകളിൽ പറഞ്ഞത്. അടുത്തത് കൊണ്ടിബ വാസ് ടയേർഡ് ബട്ട് ഡിഡ് നോട്ട് ഗിവ് അപ്പ് ഹോപ്പ്. വൈ ഗിവ് 2 റീസൺ. കൊണ്ടിബ വളരെ ക്ഷീണിതനായിട്ടും എന്തുകൊണ്ട് തൻ്റെ പ്രതീക്ഷ ഒഴിവാക്കിയില്ല, അല്ലെങ്കിൽ പ്രതീക്ഷ അസ്തമിച്ചില്ല. അതിനുള്ള 2 റീസൺ. കൊണ്ടിബ വാസ് ദ ഓൺലി ഹോപ്പ് ഫോർ അരവിന്ദ്. എന്താണ് കൊണ്ടിബക്കുള്ളൊരു പ്രതീക്ഷ, അല്ല എങ്ങനെയെങ്കിലും അരവിന്ദൻ്റെ ജീവൻ രക്ഷിക്കുക എന്നതായിരുന്നു കൊണ്ടിബയുടെ മോട്ടീവ്. അതായിരുന്നു തീരുമാനം, അല്ലെങ്കിൽ അതായിരുന്നു പ്രതീക്ഷ. ദെൻ ഹി റെസ്പോണ്ട് ദാറ്റ് അരവിന്ദ് കുഡ് നോട്ട് വാനിഷ് ദ മസ്റ്റ് ബി ഇൻ ദ വെൽ. എന്താണ് അരവിന്ദ് മരണപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അരവിന്ദ് കിണറിൻ്റെ അകത്തലത്തിലുണ്ടെന്നും ആ ഒരു അരവിന്ദിനെ രക്ഷിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ടിബക്ക് ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടിബ വളരെയധികം സാഹസികപ്പെട്ടിട്ടും ബ്ലൈൻഡായിട്ടും ആ ഒരു കിണറിൽ ഇറങ്ങിയിട്ട് അരവിന്ദിനെ രക്ഷിക്കാൻ മുൻകൈ എടുത്തത്. അടുത്തത് വാട്ട് ഡസ് ദ നെറ്റ് റിഫർ ടു. എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ നെറ്റ് റിഫർ സൂചിപ്പിക്കുന്നത്? ദ നെറ്റ് റിഫേഴ്സ് ടു ദ വീഡ്സ് അറൗണ്ട് ദ അരവിന്ദ്. അതായത് കിണറ്റിൻ്റെ അടിയിലുള്ള വീഡ്സ് എന്ന് വെച്ചാൽ കളയാണ്, പായ്പുല്ല്. ആ ഒരു പായ്പുല്ലിനെയാണ് എന്ത് നെറ്റ് വീഡ്സ് എന്നത് അല്ലെ നെറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ വെൻ ദ കോണ്ടിബ കെയിം അപ്പ് ദ സർഫേസ് വിത്ത് 3 തിങ്സ് ഡിഡ് ദ ക്രൗഡ് ഡു. ക്രൗഡ് എന്ന് വെച്ചാൽ ജനങ്ങളാണ്. വെൻ ദ കോണ്ടിബ കിണറിൽ നിന്നും അരവിന്ദുവിനെ പുറത്തെടുത്ത സമയത്ത് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ ചെയ്ത 3 കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന്. ഫസ്റ്റ് വൺ, ദ ലിഫ്റ്റഡ് അരവിന്ദ് ഇൻ ഔട്ട് ഓഫ് ദ വെൽ. എന്താ അരവിന്ദിനെ പിടിച്ചിട്ട് കിണറിന് പുറത്തേക്ക് എടുത്തിട്ടു. ദെൻ ഗേവ് ദ ആർട്ടിഫിഷ്യൽ റെസ്പിറ്റേഷൻ ടു അരവിന്ദ്. എന്ത് ചെയ്ത് അരവിന്ദിനെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കൃത്രിമ ശ്വാസം കൊടുത്തു. ദെൻ റഷ്ഡ് ഹിം ടു ദ ഹോസ്പിറ്റൽ. അരവിന്ദിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഈ 3 കാര്യങ്ങളാണ് അവിടെ കൂടിയിരുന്ന ക്രൗഡ് ജനങ്ങൾ ചെയ്തത്. അടുത്തത് ഹൗ ഡിഡ് കോണ്ടിബ ഫീൽ വെൻ ഹി ബ്രോട്ട് അരവിന്ദ് ഔട്ട് ഓഫ് വെൽ. എന്താണ് അരവിന്ദനെ പുറത്തെടുത്തിച്ചതിന് ശേഷം കോണ്ടിബക്ക് ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് അനുഭവപ്പെട്ടത്? ഹി വാസ് ദ ടയേർഡ് ദാറ്റ് കുഡ് നോട്ട് ഫീൽ എനിത്തിങ്. എന്താണ് അദ്ദേഹത്തിന് വളരെ ക്ഷീണിതനായിരുന്നു. ദെൻ വാട്ട് ഡിഡ് ദ പോലീസ്മാൻ ടെൽ കോണ്ടിബ വാട്ട് വുഡ് ദ ഹാപ്പൻ ടു അരവിന്ദ് ഹാഡ് നോട്ട് സേവ്ഡ് ഹിം ജസ്റ്റ് ടു ഹിം. എന്താണ് അവിടെ കൂടിയിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കോണ്ടിബിനോട് പറഞ്ഞത്? ദ പോലീസ്മാൻ ടോൾഡ് എന്ന് വെച്ചാൽ പറയുകയാണ് ടു കോണ്ടിബ ദ അരവിന്ദ് വുഡ് ബി ഓൾ റൈറ്റ് ഇറ്റ് ഹി ഹാഡ് ദ സേവ്ഡ് ഹിം ദ ടൈം ഈസ് ദ ബ്രെയിൻ വുഡ് ഹാവ് ബീൻ ഡാമേജ്. എന്താണ് അദ്ദേഹം കൃത്യസമയത്ത് എത്തിച്ചത് കൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കാനായി എന്ന് പോലീസ്മാൻ കോണ്ടിബയോട് പറയുകയുണ്ടായി. ഹൗ വാസ് ദ കോണ്ടിബ റിവാർഡഡ്. എത്രയാണ് റിവാർഡ്, എന്താണ് കോണ്ടിബയ്ക്ക് ലഭിച്ച പാരിതോഷികം? നമ്മൾ പറഞ്ഞു കോണ്ടിബ ഗോട്ട് ദ റിവാർഡ് ഓഫ് ദ എമൗണ്ട് അല്ലെങ്കിൽ RS 12,970 and he was taught the skills the bottling and the waving of chair seats. എന്ത് ചെയ്ത് കോണ്ടിബയ്ക്ക് 12,970 രൂപ ലഭിക്കുകയും അദ്ദേഹത്തിന് കുറച്ച് സ്കിൽസ്, എന്ത് സ്കിൽസാണ്? ബോട്ട്ലിംഗ് അല്ലെങ്കിൽ ബോട്ട്ലിങ്ങിനെ സംബന്ധിച്ചും വേവിങ് ഓഫ് എ ചെയർ സീറ്റ്സ് അറേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചുള്ള സ്കിൽസും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തു. ഹൗ ഡു ദ കോണ്ടിബ യൂട്ടിലൈസ് ദ പ്രൈസ് മണി ആൻഡ് സ്കിൽ. എങ്ങനെയാണ് കോണ്ടിബ തനിക്ക് ലഭിച്ച സ്കില്ലും, അതായത് ആ ഒരു സ്കില്ലും ആ മണിയും യൂട്ടിലൈസ് എങ്ങനെ ഉപയോഗപ്പെടുത്തി നമ്മൾ പറഞ്ഞു. ദ കോണ്ടിബ യൂട്ടിലൈസ് ഹിസ് പ്രൈസ് ദ മണി ആൻഡ് സ്കിൽസ് ടു ഓപ്പൺ എ സ്മോൾ ബിസിനസ്. തൻ്റെ നാട്ടിൽ പോയി ചെറിയൊരു ബിസിനസ് തുടങ്ങിയിട്ടാണ് അദ്ദേഹം തനിക്ക് ലഭിച്ച സ്കില്ലും പണവും ഉപയോഗപ്പെടുത്തിയത്.
വാട്ട് ഡസ് ദ എക്സാമ്പിൾ പ്രൂവ്? വാട്ട് ഡസ് ഹിസ് എക്സാമ്പിൾ പ്രൂവ്? എന്താണ് ഇദ്ദേഹത്തിലൂടെ അല്ലെങ്കിൽ ഉദാഹരണമാക്കി നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്? ഇഫ് വി ഹാവ് ദ കറേജ് ആൻഡ് ദ കെയർ ഓഫ് അതേഴ്സ് നത്തിങ് ക്യാൻ സ്റ്റോപ്പ് ഫോർ ഗെറ്റിംഗ് സക്സസ്. അതായത് നമുക്കൊരു ധൈര്യവും മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സുമുണ്ടെങ്കിൽ നമ്മളെ മറ്റൊന്നും എന്താണ് വിജയത്തിലെത്തുന്നവരെ തടഞ്ഞു നിർത്തില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അടുത്തത് ഫോളോവിങ് ദ ക്വസ്റ്റ്യൻ. Put the following sentence in the correct order to rewrite the story. The first number of the sentence, the first one is done for you. മനസ്സിലായോ? എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് സെൻറ്റൻസ് തെറ്റിച്ചിട്ട് തന്നത് അതിനെ കഥക്കനുസൃതമായിട്ട് നമ്മളോട് റീറൈറ്റ് വീണ്ടും എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഡിസോർഡർ ആയിട്ടിൽ നിന്ന് ഓർഡർ ആക്കി മാറ്റുക. അപ്പോൾ എന്താ തന്നത്? ദ പീപ്പിൾ ഓഫ് ഗോളിബാർ കോളനി ഹാഡ് ഡെഗ് എ വെൽ ഇൻ ആൻ ഓപ്പൺ ഏരിയ. ആദ്യം നമുക്ക് ഒരു സാധനം തന്നിട്ടുണ്ട്. ഗോളിബാർ ആണ് ഈ കോളനിയുള്ള സ്ലം ഏരിയൻ്റെ പേര്. അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്ത് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അവിടെ പൈപ്പ് വെള്ളത്തിന് അപര്യാപ്തത മൂലം ഒരു കിണർ കുഴിച്ചത് സത്യമാണ്. അതിന് ശേഷമൊക്കെ ഡിസോർഡർ ആയിട്ടാണ് തന്നത്. അത് വായിച്ചിട്ട് എന്താ ക്രമത്തിലാക്കാണ് പറഞ്ഞത്. ദ വൻ കോണ്ടിബ ഹാർഡ് അബൌട്ട് ഇറ്റ് ലെഫ്റ്റ് ഈസ് ദ മീൽ ആൻഡ് റഷ്ഡ് ദ റെസ്ക്യൂ ദ ബോയ്. അല്ലെങ്കിൽ ആ ബോയ് അരവിന്ദനെ രക്ഷിച്ച ശേഷം അദ്ദേഹം ഭക്ഷണം കഴിച്ചു എന്നാണ്. അതൊക്കെ ഏറ്റവും അവസാനം വരുന്ന കാര്യമാണ് അല്ലേ? ഈ രക്ഷാപ്രവർത്തനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ലാസ്റ്റ് വരുന്ന കാര്യമാണ് റിസ്ക്യൂ അല്ലെങ്കിൽ ഹി ലെഫ്റ്റ് ഹിസ് മീൽ ആൻഡ് പറയുന്നത്, അല്ലെങ്കിൽ തൻ്റെ ഭക്ഷണം കഴിച്ചു. അവിടെ വരേണ്ടത് മറ്റൊരു വേർഡാണ്. ദെൻ സി പറയുന്നത് കോണ്ടിബ വാസ് ദ ബ്ലൈൻഡ് ബെഗർ ഹു ലിവ്ഡ് ഇൻ ദ ഗോളിബാർ കോളനി. കോണ്ടിബ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള യാചകനായിരുന്നു ഇവിടെ ജീവിച്ചിരുന്നത്. എവിടെയാണ്? കോളനി. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് വേർഡ്സ് തന്നത് കറക്റ്റ് ഡിസോർഡറില്ല ഓർഡറാക്കുക. നമുക്കത് വായിച്ചാൽ മനസ്സിലാവും. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഏതാണോ ആദ്യം എന്നുള്ളത് ആ കഥ അനുസൃതമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 1 by 1 ആയിട്ട് എടുത്ത് എഴുതുക. അടുത്തൊരു ക്വസ്റ്റ്യൻ then now add a linking words the phrase wherever record and write the above story in your notebook. Some linking words the phrase are given below. Linking words അതായത് ഇതിൽ പറയുന്നതോട് ഞാൻ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുക. നൗ ആഡ്. നൗ എന്ന് വെച്ചാൽ ഇപ്പോൾ ആഡ് ചെയ്യുക. ദ ലിങ്കിങ് വേർഡ്സ്. അതിൽ ലിങ്കിങ് വേർഡ്സ് എന്താണ്? ഒരു സെൻറ്റൻസിനെ ഒരു വാക്കിനെ കൂട്ടി യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേർഡ്സിനെ പറയുന്ന പേരാണ് ലിങ്കിങ് വേർഡ്സ് എന്ന് പറയുന്നത്. അതെന്താ പറയുന്നത്? The Kondiba, then the sometime Kondiba became the linking words. Then the phrase whenever the recording to the right the above the story in the notebook some linking words the phrase are given below. നമുക്ക് നമ്മുടെ നോട്ട്ബുക്കിലേക്ക് റീറൈറ്റ് ഒന്ന് വീണ്ടും എടുത്ത് എഴുതാൻ നമുക്ക് കുറച്ച് ലിങ്കിങ് വേർഡ് ആവശ്യമുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. The linking words be added one day. അതായത് മനസ്സിലായോ? ഈ ഒരു കഥ നമ്മൾ ഈ കൊണ്ടിബയെ കുറിച്ചുള്ള ഒരു കഥ നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലായി. ഇതിൻ്റെ കഥ മനസ്സിലായി. ഇത് നമ്മളെ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതുകയാണ്. റീറൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താകും? ഒരു കഥയെ കുറിച്ചിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഏത് സമയത്തോ മറ്റ് ചില ലിങ്കിങ് വേർഡ്സ് ഉപയോഗിക്കണം. ഇന്ന സംഭവിച്ചു, അന്നൊരു നാളിൽ അന്ന് അവിടെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ലിങ്കിങ് വേർഡ്സ് ഒരുപാട് വേർഡ് യൂസ് ചെയ്യണം. ആ വേർഡിനെ കുറിച്ചാണ് പറയുന്നത്. വൺ ഡേ ഒരു ദിവസം. എ ബോയ് ഫെൽ ഇൻ ടു ദ വാൾ ആഫ്റ്റർ സം ടൈം. മനസ്സിലായോ? വൺ ഡേ ഒരു ദിവസം, ആഫ്റ്റർ അതിനുശേഷം, സം ടൈം സംവെയർ ചില സമയത്ത് അല്ലെങ്കിൽ എവിടെയോ എന്നൊക്കെ മീനിങ് വരുന്ന ലിങ്കിങ് വേർഡ്സ്. നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം, ടുഡേ, വെയർ, ദാറ്റ് ടൈം, വൺസ് അപ്പോൺ എ ടൈം. ഇതൊക്കെ ലിങ്കിങ് വേർഡാണ്. കുറച്ച് ലിങ്കിങ് വേർഡ്സ് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. അടുത്തൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. എസ്സേ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. കോണ്ടിബ വാസ് എ ബ്ലൈൻഡ് യെറ്റ് ഹി ബിക്കം എ ഹീറോ. വാട്ട് ക്വാളിറ്റീസ് ഓഫ് കോണ്ടിബ ഹെൽപ്ഡ് ഇൻ ചേഞ്ച് ഇൻ ലൈഫ് ആൻഡ് ബിക്കം എ ഹീറോ. കോണ്ടിബ ഒരു ബ്ലൈൻഡായിരുന്നു, അന്ധനായിരുന്നു. ദെൻ യെറ്റ് ഹി ബിക്കം എ ഹീറോ. പിന്നെ അതിനുശേഷമാണ് കോണ്ടിബ ഒരു ഹീറോ ആയത്, അതായത് നായകനായത്. വാട്ട് ക്വാളിറ്റീസ് ഓഫ് ദ കോണ്ടിബ ഹെൽപ്പ് ഇൻ ടു ചേഞ്ച് ഹിസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റാൻ സഹായിച്ച ക്വാളിറ്റീസ് എന്തായിരുന്നു? റൈറ്റ് ദ അബൌട്ട് 100 വേർഡ്സ്. ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. 100 വേർഡിലെ കോണ്ടിബയുടെ ജീവിതം മാറ്റാനുണ്ടായ ക്വാളിറ്റീസ് എന്തായാലും അദ്ദേഹം ജീവിതത്തിനെ കുറിച്ചിട്ട് എഴുതാം. നമുക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് പറയാം? ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, സഹായ മനസ്കത ഉണ്ടായിരുന്നു, പരസ്പര സഹായം ഉണ്ടായിരുന്നു, കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, കറേജ് ഉണ്ടായിരുന്നു, ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു തുടങ്ങി ഇത്തരത്തിലുള്ള പോയിന്റ്സിനെ വെച്ചിട്ടുണ്ടെങ്കിലും 100 വാക്കിൽ കുറയാതെ ഒരു എസ്സേ എഴുതണം. ഇങ്ങനെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ വരും. അടുത്തത്, ദ ആഫ്റ്റർ റീഡിങ് ദ സ്റ്റോറി ദ വാട്ട്
are your views about the abilities of differentiality abled people to earn the living? What can you do at an individual level to show them empathy rather than the showing pity or indifference? എന്താ ക്വസ്റ്റ്യൻ? ഞാൻ ആൻസർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മീനിങ് പറഞ്ഞുതരാം. People with the disabilities can accomplish the most of the task as equal to the faculties which the compensate them from the deficiency in all the area them without pitting them and provide them with the requirement information of the support and little action you take in the direction of the front shows the empathy. എന്താ പറയുന്നത്? കഴിവില്ല എന്ന് വെച്ചിട്ട് ഡിസബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ അംഗവൈകല്യം വെച്ച് മനുഷ്യരെയും തള്ളി നിർത്താൻ പാടില്ല. എന്ത് ചെയ്യണം? അവരെ കൂട്ടിപ്പിടിച്ച് അവർക്ക് ആവശ്യമായ സഹായങ്ങളും സഹകരണം ചെയ്തിട്ട് അവരെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കണം. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷന് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ ഇനിയൊരു ഗ്രാമർ പാർട്ടാണ് പറയുന്നത് വെർബിനെ കുറിച്ച്. അത് നമുക്ക് ഗ്രാമർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഗ്രാമറും ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ഫ്ലോ കിട്ടും. അപ്പം നാം പറഞ്ഞ അവസാനിക്കുകയാണ്. കൊണ്ടിബ എന്നൊരു മനുഷ്യൻ നടത്തിയൊരു സാഹസികമായ ഒരു കഥയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. മനുഷ്യ സ്നേഹത്തിനെ കുറിച്ചിട്ടും പരസ്പര സ്നേഹത്തെക്കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു മനോഹരമായ ഒരു കഥ. കൊണ്ടിബ ഗെയ്ക്വാഡ് എന്നൊരു മനുഷ്യൻ ഔറംഗാബാദിലാണ്. അവർ മുംബൈയിലെത്തുകയും ചൂല് വിറ്റുകയും പിന്നീട് യാചകനായി തീരുകയും ഒരു അരവിന്ദ് എന്ന ഒരു ചെറുപ്പക്കാരൻ കിണറിൽ വീഴുകയും രക്ഷിക്കുകയും അതിന് ഗവൺമെൻറ് നൽകിയ പാരിതോഷികവും തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളും തൻ്റെ ഡെഡിക്കേഷനെ കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള സഹായ മനസ്സത കൊണ്ട് ഒരു മനുഷ്യൻ നേടിയെടുത്ത ഒരു ജീവിത കഥയാണ് കൊണ്ടിബ എ ഹീറോ. കൊണ്ടിബ ഈസ് എ ഹീറോ എന്ന ഈ ഒരു ലെസണിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അല്ലേ? കൊണ്ടിബ എ ഹീറോ, ഒരു യാചകൻ എങ്ങനെ ഒരു ഹീറോ ആയി മാറി എന്ന ഒരു കഥ. വളരെ ഇൻസ്പയർ ആയിട്ടുള്ള സ്റ്റോറി. ഇതാണ് ഈ ഒരു ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ആരായിരുന്നു ക്യാരക്ടർ, എന്തായിരുന്നു കോണ്ടിബയ്ക്ക് ഉണ്ടായിരുന്ന ക്വാളിറ്റീസ്, ഗവൺമെൻറ് കൊടുത്ത പാരിതോഷികം, സ്കില്ല്, കാര്യങ്ങളൊന്നും ഒരിക്കലും മറന്നു പോരുത്. ഇതിൽ ചാപ്റ്ററിൽ വരുന്ന വെർബ് അല്ലെങ്കിൽ ഗ്രാമർ പാർട്ട് നമുക്ക് അടുത്തൊരു സെക്ഷനിൽ ചർച്ച ചെയ്യാം.